അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഏത്? ഉത്തരം: റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസം ഏതാണ്? ഉത്തരം: റബീഉൽ അവ്വൽ 12 ഏപ്രിൽ 23. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയം ഏത്? ഉത്തരം: സുബ്ഹിയോടടുത്ത സമയം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം: മക്കയിലെ സൊഫ കുന്നിനടുത്തുള്ള അബൂ ത്വാലിബിന്റെ ഭവനം. അടുത്ത ചോദ്യം: അബൂ ത്വാലിബിന്റെ ഭവനം നിന്നിടത്ത് ഇപ്പോൾ എന്ത് പ്രവർത്തിക്കുന്നു? ഉത്തരം: മക്ക ലൈബ്രറി. ഏത് പ്രവാചകന്റെ പരമ്പരയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം? ഉത്തരം: ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം വരുന്നത്. അടുത്ത ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം ഏതാണ്? ഉത്തരം: ഹിജ്റയ്ക്ക് 53 വർഷം മുമ്പ്, അതായത് ക്രിസ്തു വർഷം 571. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ആരാണ്? ഉത്തരം: അബ്ദുള്ള റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആരാണ്? ഉത്തരം: ആമിന ബീവി റളിയല്ലാഹു അൻഹ. ആമിന ബീവിക്ക് പ്രസവ ശുശ്രൂഷ നൽകിയത് ആരാണ്? ഉത്തരം: ഔഫിന്റെ മകൾ ഷിഫ. ചോദ്യം: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര സ്ത്രീകൾ മുലയൂട്ടി? ഉത്തരം: 10 സ്ത്രീകൾ. ഒന്നാമത്തത് ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ. അവർ 7 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയത്. രണ്ടാമത് സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ. കുറഞ്ഞ ദിനങ്ങളാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയത്. 3 ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. 4 ബനു സഅദ് ഗോത്രത്തിലെ മറ്റൊരു സ്ത്രീ. 5 ഉമ്മു ഐമൻ ബറക്ക. 6, 7, 8 ബനു സുലൈം ഗോത്രത്തിലെ 3 സ്ത്രീകളാണ്. 9 ഉമ്മു ഫർവ. 10 ഖൗല ബിന്ത് മുന്തിർ, അതായത് ഉമ്മു ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖൗല ബിന്ത് മുന്തിർ എന്നീ 10 സ്ത്രീകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയിട്ടുള്ളവർ. അടുത്ത ചോദ്യം: ഹലീമ ബീവിയുടെ ഗോത്രം ഏതാണ്? ഉത്തരം: ബനു സഅദ് ഗോത്രം. ഹലീമ ബീവിയുടെ ഭർത്താവ് ആരായിരുന്നു? ഉത്തരം: ഹാരിസ് ബിൻ അബ്ദുൽ ഉസ്സ. ഹലീമ ബീവിയുടെ അപരനാമം എന്ത്? ഉത്തരം: ഉമ്മു കബ്ഷ. അടുത്ത ചോദ്യം: ഹലീമ ബീവിയുടെ പിതാവ് ആരാണ്? ഉത്തരം: അബി ദ്വായിബ്. സുവൈബ ആരുടെ അടിമ സ്ത്രീ ആയിരുന്നു? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ലഹബിന്റെ അടിമ സ്ത്രീയായിരുന്നു സുവൈബത്തുൽ അസ്ലമിയ. സുവൈബ മോചിതയായതിൻ്റെ കാരണം എന്താണ്? ഉത്തരം: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സന്തോഷ വാർത്ത അബൂ ലഹബിനെ അറിയിച്ചതിനാലാണ് സുവൈബ മോചിതയായത്. അടുത്ത ചോദ്യം: എത്ര വയസ്സ് വരെയാണ് ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചരിച്ചത്? ഉത്തരം: 4 വയസ്സ് വരെ. 6-ാം വയസ്സിൽ തൻ്റെ മകനെയും കൂട്ടി ആമിന ബീവി എങ്ങോട്ടാണ് പുറപ്പെട്ടത്? ഉത്തരം: ഭർത്താവ് അബ്ദുള്ളയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ
തൻ്റെ മകനെയും കൂട്ടി യാത്ര പുറപ്പെട്ടത്. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിനെ ഖബറടക്കിയത്? ഉത്തരം മദീനയിൽ അന്നാബിയത്തുൽ ജാദിയുടെ വീട്ടിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ജോലി എന്തായിരുന്നു? ഉത്തരം കച്ചവടം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് എവിടെ വെച്ചാണ് മരണപ്പെട്ടത്? ഉത്തരം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവാ എന്ന സ്ഥലത്ത് വെച്ചാണ് ആമിന ബീവി മരണപ്പെട്ടത്. അടുത്ത ചോദ്യം, അബവാ എന്ന സ്ഥലം മദീനയിൽ നിന്നും എത്ര ദൂരത്താണ്? ഉത്തരം 23 നാഴിക ദൂരത്ത്. മാതാവ് മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? ഉത്തരം 6 വയസ്സ്. മരണപ്പെടുമ്പോൾ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം എത്രയായിരുന്നു? ഏകദേശം 18 വയസ്സ് പ്രായമായപ്പോഴാണ് നബിയുടെ പിതാവായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. അടുത്ത ചോദ്യം, അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? ഉത്തരം 8 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 8 വയസ്സായപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് മരിക്കുന്നത്. ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിതാവിൽ നിന്നും അനന്തരം കിട്ടിയത് എന്തെല്ലാമാണ്? ഉത്തരം 5 ഒട്ടകം, കുറച്ചാടുകൾ, ബറക്ക എന്ന അബിസീനിയൻ അടിമസ്ത്രീ. അടുത്ത ചോദ്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക കന്യക ആരാണ്? ഉത്തരം ആയിഷ റളിയല്ലാഹു അൻഹ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.